പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് സുമി. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ഡിസംബറിലാണ് വന്ന് ഉടമ്പടി എടുത്തത്. അന്ന് മുതൽ ഞാൻ കൃപാസനത്തിൽ വരുന്നതാണ്. എനിക്ക് 3 കുട്ടികളാണുള്ളത്. എൻ്റെ മൂന്നാമത്തെ കുട്ടിയുടെ പ്രഗ്നൻസി ഭയങ്കര കോംപ്ലിക്കേഷനായിരുന്നു. എൻ്റെ ആദ്യത്തെ കുട്ടി എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് B നെഗറ്റീവായിരുന്നു. അപ്പോൾ ആദ്യത്തെ കുട്ടി പോസിറ്റീവ് ഗ്രൂപ്പായ കാരണം അവന് ആൻറ്റിഡിയുടെ ഇഞ്ചക്ഷൻ എടുത്തിരുന്നു. പക്ഷെ രണ്ടാമത്തെ കുട്ടിയും ഇതുപോലെ തന്നെ പോസിറ്റീവായിരുന്നു. അപ്പോൾ അവനും കോംപ്ലിക്കേഷൻ ആയ കാരണം എനിക്ക് അന്ന് ആൻറ്റിഡിയുടെ ഇഞ്ചക്ഷൻ എടുത്തില്ലായിരുന്നു. അത് നമ്മൾ ഹോസ്പിറ്റലിൽ ആരെടുത്തു എന്ന് കരുതിയാണ് അത് എടുക്കാതിരുന്നത്. അത് കോംപ്ലിക്കേഷൻ സമയത്ത് അവരത് വിട്ടുപോയിരുന്നു. മൂന്നാമത്തെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആദ്യത്തെ മാസം ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു. ഒന്നുകൂടി വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, ആൻറ്റിബോഡി കൂടുതൽ പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒന്നുകൂടി ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ആൻറ്റിഡിയുടെ ടെസ്റ്റ് എൻ്റെ ICT ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു 1:4 കൂടുതലാവാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ അത് 1:32 ആയിരുന്നു. 1:32 വന്ന ഡോക്ടർ പറഞ്ഞു നല്ല കോംപ്ലിക്കേഷനാണ്, 4 മാസം വരെ കൊച്ച് ചിലപ്പോൾ ബ്ലീഡിങ് ആയിട്ട് പോവും, അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ തൊട്ട് എനിക്ക് ബ്ലഡ് കയറ്റണം, കൊച്ചിന് ബ്രെയിന് പ്രശ്നം ഉണ്ടാവും, ഹാർട്ടിന് കംപ്ലയിൻ്റ് ഉണ്ടാവും, ഇൻറ്റേർണൽ ഓർഗൻസിനെല്ലാം പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ രണ്ടാമത്തെ കുട്ടി വെയിറ്റ് 2,400 ഉണ്ടായുള്ളൂ. അപ്പോൾ അതിനേക്കാളും വെയിറ്റ് കുറവായിരിക്കും കൊച്ചിനെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, വീട്ടിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് ഇത് വേണ്ടാന്ന് വെക്കാൻ, കൊച്ചിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ വീട്ടിൽ ചെന്ന് എനിക്ക് ഹാർട്ട് ബീറ്റ് വന്ന കൊച്ചായിരുന്നു. അപ്പോൾ അതിനെ നമുക്ക് കളയാൻ വിഷമമുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം എൻ്റെ ഉണ്ടായിരുന്നു. ഉടമ്പടി തൈലം പുരട്ടി ഒന്നുകൂടി ഉടമ്പടി ഉപ്പും പുരട്ടി ഒന്നുകൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം, ഇത്തിരിയെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും പുരട്ടി ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ 1:32 ഉണ്ടായിരുന്നത് നെഗറ്റീവായി. പിന്നെ അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു എല്ലാ 2 മാസം കൂടുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാ 2 മാസം കൂടുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാ പ്രാവശ്യവും നെഗറ്റീവ് തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എല്ലാ മാസം സ്കാനിങ് നമുക്ക് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. കൊച്ചിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. എല്ലാ മാസം സ്കാനിങ്ങിലും കൊച്ചിന് ഒരു കുഴപ്പമുണ്ടായില്ല. കൊച്ചിന് ജനിച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ വെയിറ്റ് 2,400 കുറവുണ്ടാവും എന്ന് പറഞ്ഞു. കൊച്ചിൻ്റെ വെയിറ്റ് 3 കിലോയിൽ കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ നല്ല ആക്റ്റീവായ ഒരു കൊച്ചിനെ, ഒരു കുഴപ്പമില്ലാത്ത കൊച്ചിനെ ഞങ്ങൾക്ക് മാതാവ് തന്നെ അനുഗ്രഹിച്ചു. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ രണ്ടാമത്തെ കുട്ടിയും ഞാനുമായിട്ട് 2 വീലറിൽ പോവായിരുന്നു. അപ്പോൾ ഒരു ടെമ്പോ വന്ന് നമ്മൾ വണ്ടിയുമ്പോൾ വന്ന് ഇടിച്ചു. ഒരു വലിയ ആക്സിഡൻ്റ് ആയിരുന്നു. പക്ഷേ മാതാവ് അനുഗ്രഹിച്ച് എൻ്റെ കൊച്ചിന് തല വന്ന് മതിലുമേണ് ഇടിച്ചത്. ഒരു പ്രശ്നമില്ലാണ്ട് മാതാവ് ഞങ്ങളെ കാത്തു. എനിക്കും വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് മാതാവ് ഞങ്ങളെ സംരക്ഷിച്ചു. അതുപോലെ തന്നെ എൻ്റെ മൂത്ത കുട്ടിക്ക് അവനെപ്പോഴും പനി വരുമായിരുന്നു. അപ്പോൾ എപ്പോഴും പനി വരുമ്പോൾ 100, 102, 103 ഡിഗ്രിയൊക്കെ ഉണ്ടാവും. എന്നാലും നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഒരു പ്രാവശ്യം 100 ഡിഗ്രി ആയപ്പോഴേക്കും അവന് പെട്ടെന്ന് ഫിറ്റ്സ് പോലെ വന്നു. അങ്ങനെ അവന് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അവന് 6.5 വയസ്സായിരുന്നു. അപ്പോൾ ഡോക്ടറിന് 5 വയസ്സ് വരെയാണ് സാധാ കുട്ടികൾക്ക് അങ്ങനെ പനിയുടെ കൂടെ ഫിറ്റ്സ് പറഞ്ഞ് കുട്ടിക്ക് ബ്രെയിൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞു. നമുക്ക് MRI സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് MRI സ്കാൻ ചെയ്യാൻ നേരത്തെ ഞാൻ അവിടെ ഉടമ്പടി ലോക്കറ്റ് പിടിച്ച് വിശ്വാസ പ്രമാണം കഴിയണ വരെ ചെല്ലുകൊണ്ട് അവിടെ നിന്നു. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നീട് ഡോക്ടറോട് നമുക്ക് EG ടെസ്റ്റ് ഒന്നുകൂടി ചെയ്ത് നോക്കണം, ഞരമ്പിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോഴും അത് ഞാൻ അവൻ്റെ കൂടെ കയറി ഞാൻ അവിടെ മുട്ടുകുത്തിന്ന് കൈ വിരിച്ച് വിശ്വാസ പ്രമാണം കഴിയണ വരെ ചെല്ലുകൊണ്ടിരുന്നു. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല. ഞാൻ എപ്പോഴും ഉടമ്പടിയിൽ സംരക്ഷണം എന്ന് മാത്രം വെക്കാറുള്ളൂ. മക്കളുടെ സംരക്ഷണം, ഭർത്താവിൻ്റെ, അതുകൊണ്ട് നമുക്ക് എപ്പോഴും മാതാവ് സംരക്ഷണം നൽകി സംരക്ഷിക്കാറുണ്ട്. പിന്നീട് എൻ്റെ ഭർത്താവിന് ഇതിൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ അങ്ങനെ വിശ്വാസമില്ലാത്ത ആളിപ്പോൾ കൃപാസനത്തിനെ പറ്റി എല്ലാവർക്കും ആൾക്കാർക്ക് ഓഫീസിലായിരിക്കില്ലെങ്കിൽ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവർക്ക് ഷെയർ ചെയ്യുകയും എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇവിടെ വന്നതോടെ നമുക്ക് സാമ്പത്തികമായിട്ടും ഒന്നിനും ഒരു പ്രശ്നവുമില്ല. ദൈവം ഞങ്ങളെ എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആത്മീയമായിട്ട് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ സ്ഥിരം കാണുകയും ഷെയർ ചെയ്യുകയും ഉടമ്പടി പേപ്പർ വാങ്ങിച്ച് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾ
ഭക്ഷണം ഉണ്ടാക്കി അനാഥാലയങ്ങളിൽ പോയി അവിടെ ഭക്ഷണം അവർക്ക് കൊടുക്കുകയും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള പിള്ളേർക്ക് പൈസ കൊടുക്കുകയും രോഗികൾക്ക് പൈസ കൊടുത്ത് സഹായിക്കുകയും എല്ലാം ചെയ്യാറുണ്ട്. ഹസ്ബൻഡ് ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ ഉടമ്പടിയിൽ ഹസ്ബൻഡിൻ്റെ കാര്യം എപ്പോഴും എഴുതാറുണ്ടായിരുന്നു. ഇപ്പം ഹസ്ബൻഡ് സ്ഥിരം എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും 5:30 ആൾ എനിക്കെന്നും പള്ളിയിൽ പോവും. പിന്നെ ഓഫീസിലെ എല്ലാവരോടും ഇപ്പോൾ കുമ്പസാരിക്കാണ്ടിരുന്ന ഹസ്ബൻഡിന് തന്നെ കുമ്പസാരിക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഇപ്പോൾ ആൾ 10-20 വർഷമായിട്ട് കുമ്പസാരിക്കാത്ത ആൾക്കാരെ വിളിച്ച് കൊണ്ടുപോയി അവരെ കൊണ്ടുപോയി കുമ്പസാരിക്കാൻ കൊണ്ടുപോവുകയും അവരോട് ഇങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ വലിയൊരു മാറ്റം ഹസ്ബൻഡിൻ്റെ ജീവിതത്തിലും വന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകിയ മാതാവിനും ഈശോയ്ക്കും ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു. സങ്കീർത്തനം 144 1ഉം 2ഉം തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു: എൻ്റെ അപേക്ഷിലയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. അവിടുന്നാണ് എൻ്റെ അപേക്ഷിലയും ദുർഗവും ശക്തി കേന്ദ്രവും. എൻ്റെ വിമോചകനും പരിചയമായ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. സുമി ജോമോൻ തൻ്റെ 3 മക്കളും അമ്മയുമൊക്കെ ആയിട്ട് വന്ന് ദൈവത്തിന് നന്ദി പറയുമ്പോൾ ഈ മകൾ പറയുന്ന അനുഭവത്തിലൂടെ എല്ലാവരും പറഞ്ഞു, എന്തിന് ഈ കുഞ്ഞിനെ, അതായത് കുഞ്ഞിന് ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസ് ഉള്ള കുഞ്ഞാണ് ജനിക്കാൻ പോകുന്നത്. ബ്രെയിൻ, ഹാർട്ട്, ഇൻറ്റേർണൽ ഓർഗൻസ്, അതുപോലെ വളർച്ച കുറയും, ഇതൊക്കെ ഉണ്ട്. ഡോക്ടേഴ്സും മറ്റുള്ളവരുമൊക്കെ അഭിപ്രായപ്പെടുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് നാം കേട്ടു. ആൻറ്റിബോഡി പോസിറ്റീവ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ബ്ലഡ് ടെസ്റ്റിൽ 1:4 ആകേണ്ടത് ഈ മകൾക്ക് 1:32 ആണ്. അപ്പോൾ തന്നെയാണ് ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസ് പറയുക. എന്നാൽ ഹാർട്ട് ബീറ്റുള്ള തൻ്റെ കുഞ്ഞിനെ ടെർമിനേറ്റ് ചെയ്യാൻ അമ്മ ഒരുക്കമല്ല. അത് ഉടമ്പടിയിലേക്ക് അമ്മ കൊടുക്കുന്നു. അതായത് സുമി കൊടുക്കുകയാണ് ഉടമ്പടിയിലേക്ക്. പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ഈശോയെ വളർത്തിയ പരിശുദ്ധ അമ്മയുടെ കൈകളിൽ തൻ്റെ കുഞ്ഞ് സുരക്ഷിതനാകുമെന്ന് സുമി പൂർണ്ണമായും ആശ്രയിക്കുന്നു, ബോധ്യപ്പെടുന്നു. അതാണ് സങ്കീർത്തകനും പറയുക: പടപൊരുതാൻ, യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ വളരെ സ്ട്രോങ് ആവുകയാണ്. അതുവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും അല്പമെങ്കിലുമൊക്കെ ചാഞ്ചാടിക്കൊണ്ടിരുന്ന പല മനസ്സുകളും ധൈര്യപ്പെടുകയാണ്. അതുതന്നെയാണ് സുമിക്കും സംഭവിക്കുക. ആത്മധൈര്യത്തോടെ സുമി എന്ന അമ്മ വെളിപ്പെടുത്തുകയാണ് താൻ തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കില്ല. അങ്ങനെ കുഞ്ഞ് വളരുന്നു. ഇന്ന് ആരോഗ്യമുള്ള കുഞ്ഞുമായിട്ട് വരുന്നു. ഏറ്റവും ആക്റ്റീവായിട്ടുള്ള കുട്ടി, മറ്റ് 2 മക്കളിൽ കൂടുതൽ തൂക്കവുമുള്ള കുട്ടിയായിട്ട് തനിക്ക് കുഞ്ഞിനെ ലഭിച്ചു എന്നാണ് പറയുന്നത്. യാതൊരു കോംപ്ലിക്കേഷനുമില്ലാതെ ഉപയോഗിച്ചത് ഏറ്റവും വലിയ ആയുധങ്ങളാണ് ഉടമ്പടി തൈലവും നേർച്ച വസ്തുക്കളും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന. ഇതൊക്കെയാണ് ഈ മകള് തൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ദൈവം തനിക്ക് നൽകിയ കുഞ്ഞിനെയും കൊണ്ട് നന്ദി പറയുമ്പോൾ തനിക്കും തൻ്റെ ഹസ്ബൻഡിന് വന്ന മാറ്റം, മറ്റു കുഞ്ഞുങ്ങൾക്ക് ഒക്കെ കിട്ടിയ സംരക്ഷണം, അപകടങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണം കിട്ടിയത്, എല്ലാറ്റിനും നന്ദി പറയുമ്പോൾ ഇന്ന് ഹസ്ബൻഡ് എങ്ങനെയാണ് വിശുദ്ധ കുർബാന ഏറ്റവും തീഷ്ണതയോടെ പങ്കെടുക്കുന്നതെന്നും കുമ്പസാരിക്കാൻ തന്നെ മടിച്ച മകൻ, എത്രയോ വർഷങ്ങളായി കുമ്പസാരിക്കാത്തവരെ ആ മകൻ തന്നെ കുമ്പസാരത്തിന് അവരെ ഒരുക്കുന്ന വ്യക്തിയായി, അതായത് അവരോട് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന വ്യക്തിയായിട്ട് മാറുകയാണ്. ഇതൊക്കെ തന്നെയാണ് ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് എല്ലാവർക്കും കിട്ടുന്ന സംരക്ഷണവും എല്ലാവരിലേക്കും പകരപ്പെടുന്ന പോസിറ്റീവ് എനർജിയുമായിട്ട് മാറും. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.